ഇന്ന് നമ്മൾ കോവിലകങ്ങളിലെ മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള നല്ല പഴുത്ത നാട്ടുമാങ്ങയാണ് വേണ്ടത്. ഈ ഒരു നാട്ടുമാങ്ങ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല രുചിയും മണവുമുള്ള മാമ്പഴ പുളിശ്ശേരി കിട്ടുക. അപ്പോൾ ഈ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഇതുപോലെ കളഞ്ഞെടുക്കുക. ഞാനിവിടെ 11 മാമ്പഴമാണ് ഈ പുളിശ്ശേരിക്കായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് നന്നായിട്ട് തിളക്കുമ്പോൾ ഈ മാമ്പഴം ചെറിയ വേവായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ശർക്കരപ്പാനിയും കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുക. ഇനി ഈ ശർക്കരപ്പാനിയും മാങ്ങയും കൂടി വഴറ്റിയെടുക്കുമ്പോൾ ഇതുപോലെ കുഴഞ്ഞു വരും. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് തൈരും ചേർത്ത് കൊടുക്കുക. ഞാനെടുത്തിരിക്കുന്നത് 1/2 കപ്പ് തൈരാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന തൈരിൻ്റെ പുളി നോക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരപ്പ് നമ്മൾ വേവിച്ചെടുത്ത മാമ്പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക. കണ്ടോ, ഇതുപോലെ കുറുകിയ പോലെ ഇരിക്കണം. അത് വിചാരിച്ചിട്ട് ഇത് കട്ടിയിൽ അങ്ങോട്ട് കുറുക്ക് പോലെ ആക്കരുത്, ഇത്തിരി ലൂസായിട്ട് വേണം. ഇനി ഇതിലേക്ക് ഒരു വറവ് റെഡിയാക്കി എടുക്കണം. അത് വെളിച്ചെണ്ണയിലല്ല നെയ്യിൽ തന്നെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉലുവയും കടുകും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഈ വറവ് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഈ മാമ്പഴ പുളിശ്ശേരി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് കോവിലകങ്ങളിലെ മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്